കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പകലൊരു പ്രാവശ്യത്തോടെ മഹത്വപ്പെടട്ടെ. ഈ പകൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കർത്താവ് സന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിയ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ തിരുമേശയുള്ളതുകൊണ്ട് സങ്കീർത്തനങ്ങളും മെസ്സേജും ഒക്കെ വേഗത്തിൽ നമുക്ക് ശുശ്രൂഷിക്ക് തീർക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടല്ലോ. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. സങ്കീർത്തനങ്ങൾ 22-ാം സങ്കീർത്തനമാണല്ലോ നാം വായിച്ചത്. 22-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ ചില വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 1-2 വാക്യങ്ങൾ ചേർന്ന് ഒന്ന് വായിച്ചാട്ടെ. ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി കോഡ്ലെസ്സിലൂടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സാംസ് ചാപ്റ്റർ 22 ഫസ്റ്റ് വേർഡ്സ് ആൻഡ് സെക്കൻഡ് വേർഡ്സ് ആർക്കെങ്കിലും ഒരാൾ കോഡ്ലെസ്സിലൂടെ വായിക്കും. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? അടുത്ത വാക്യം. എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരം അരുളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എങ്കിലും എനിക്ക് ഒട്ടും മൗനതയില്ല. നമ്മൾ വായിച്ച ഈ 2 വാക്യത്തിനകത്തുള്ള ശ്രദ്ധിച്ചോണേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ കിടക്കുന്ന സമയത്ത് പറയുന്ന ഒരു ഭാഗത്തെ സങ്കീർത്തനക്കാരൻ നേരത്തെ ആത്മാവിൽ കണ്ട് എന്ത് ചെയ്താണ് എഴുതിയിരിക്കുന്നൊരു ഭാഗമാണ് ഇവിടെ. നമുക്കറിയാം കർത്താവായ യേശുവിൻ്റെ ക്രൂശുമരണം നടക്കുന്നത് എപ്പോഴാണ്? ന്യൂ ടെസ്റ്റ്മെൻറ്റ് വന്നപ്പോഴാണ് അല്ലേ? എത്രയോ വർഷങ്ങൾക്ക് മുന്നമേ സങ്കീർത്തനക്കാരൻ എന്ത് ചെയ്യുവാണ്? 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ വായിക്കുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. നമ്മൾ ഈ വാക്ക് കേൾക്കുമ്പം ഒരു ഹോപ്പില്ലാത്തൊരു വ്യക്തിയുടെ ഒരു വാക്കായിട്ടാണ് ഒരു പക്ഷേ നമ്മൾക്ക് എന്ത് ചെയ്യുന്നത് സാധാരണ നമുക്ക് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എന്നെ എന്ത് ചെയ്തിരിക്കുന്നു, എന്നെ കൈവിട്ടല്ലോ. നമ്മൾ ചില സമയത്ത് പറയുന്ന വാക്കാണ്. നമ്മൾ മാനുഷികമായിട്ട് ചിന്തിച്ച് നോക്കി. കാരണം ദൈവമേ, എന്നെ എല്ലാവരും മനസ്സിലാവുന്നുണ്ടോ? നമ്മളെല്ലാവരും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്ക്, അറിഞ്ഞോ അറിയാതെയോ അല്ലെ നമ്മളെ നിരന്തരം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണിത്. എന്നെ എല്ലാവരും എന്ത് ചെയ്തല്ലോ, കൈവിട്ടിരിക്കുന്നല്ലോ. നമ്മൾ ആ അർത്ഥത്തിലാണ് ഒരു പക്ഷേ ഏതിനെ തിരിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ വാക്കിനെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അല്ലേ? എല്ലാവരും എന്നെ എന്ത് ചെയ്തിരിക്കുന്നു, കൈവിട്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഇവിടുത്തെ അർത്ഥങ്ങൾ നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. യേശുക്രിസ്തു കാൽവറി ക്രൂശിലേക്ക് വന്ന് ക്രൂശ് മരണത്തിലേക്ക് കർത്താവ് യാത്ര ചെയ്യുമ്പോൾ അതൊരിക്കലും അവിടെ നിന്ന് മാറിപ്പോകണം, അല്ലെങ്കിൽ ക്രൂശ് മരണം മാറിപ്പോകണമെന്നൊരു പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിച്ചിരുന്നില്ല. കേട്ടോണേ. ഇവിടെ എന്നെ കൈവിട്ടിരിക്കുന്നത് എന്തെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നിയേക്കാം ഈ ക്രൂശ് മരണത്തിൽ എന്നെ എന്ത് ചെയ്യണമേ, ഒന്ന് മാറ്റണമേ എന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചതെന്ന് ഒരു പക്ഷേ ഒരു തെറ്റിദ്ധാരണ നമുക്ക് എന്ത് ചെയ്തേക്കാം, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തോന്നിയേക്കാം. അല്ല, അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാനവ ജാതിയുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ മരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ദൈവപുത്രൻ എങ്ങോട്ട് വന്നത്, ഭൂമിയിലേക്ക് വന്നത് തന്നെ. ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ എന്തിനു വേണ്ടിയാ? ഇപ്പം നമ്മൾ ഈ സാധാരണക്കാർ ഈ ജയിലിലായിരിക്കുന്ന വ്യക്തികൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരാളെ കൊന്നാലും 9 പേരെ കൊന്നാലും എന്ത് ചെയ്യുക, എന്തായാലും മരണം എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ട് എന്തോ ആയാലും ചെയ്യാന്നുള്ളത്. ഇതൊരർത്ഥത്തിൽ മനസ്സിലായിക്കോണേ. യേശുക്രിസ്തു കാൽവരി ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ എന്തിനു വേണ്ടിയാ? മരിക്കാൻ വേണ്ടി വന്ന. അങ്ങനെയാണെങ്കിൽ താനത് തിരിച്ചു പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവമേ, നീ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എന്ത് ചെയ്യണമേ, എടുത്ത് നീക്കിക്കളയണമേ. ഈ ഒരു അർത്ഥമാണ് സാധാരണ നമ്മുടെ എല്ലാവരുടെയും ചിന്തയിൽ വരാൻ സാധ്യതയും നമ്മൾ കൂടുതൽ ചിന്തിക്കുന്ന ഭാഗം ഇതാ. ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതാന്ന് തോന്നിയാലും അല്പ വ്യത്യസ്തമുണ്ട് അർത്ഥത്തിന്. അർത്ഥം എന്താണെന്ന് അറിയോ? കർത്താവിടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. അല്ലെങ്കിൽ ഈ ക്രൂശ് മരണത്തോളം ബന്ധത്തിൽ തന്നെ ഞാൻ പറയുമോ, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ നിത്യത മുഴുവൻ നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പം, വേദപുസ്തകത്തെ പഠിക്കുന്ന നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയാണ് നമ്മൾ പഠിക്കുന്നെങ്കിലും, ആരംഭം മുതൽ അവസാനം വരെയുള്ള പുസ്തകങ്ങളിലാണ് നമ്മൾ പഠിക്കുന്നെങ്കിലും, വേദപുസ്തകത്തിൻ്റെ സ്റ്റാൻഡേർഡ് എപ്പോഴും എറ്റേണിറ്റി ടു എറ്റേണിറ്റി, അതായത് നിത്യത മുതൽ നിത്യത വരെ. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ലത്, അവസാനിക്കുന്നില്ല. നമ്മളൊരു രേഖ വരച്ചിട്ട് ഒരു വട്ടം വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെ അതെന്ത് ചെയ്യുന്നു, ഒരിക്കലും അന്തമില്ല. അതിങ്ങനെ നിത്യത മുതൽ നിത്യത വരെയുള്ളൊരു കാര്യമാണ്. ഈ അർത്ഥത്തിൽ വേണം നമുക്കിതിനെ മനസ്സിലാക്കാം. കാരണം നിത്യത മുതലേ പിതാവുമായിട്ട് ചേർന്നിരുന്ന പുത്രൻ അല്പസമയം പോലും ആരിൽ നിന്ന് അകന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, പിതാവിൽ നിന്ന് അകന്നിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അകന്നിരിക്കാൻ ആഗ്രഹിക്കാത്തതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർത്താവേ, നീ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു, നീ എന്നെ കൈവിട്ടിരിക്കുന്നു. ഇതിനകത്തൊരു ആത്മീയ അർത്ഥം ഞാനെന്ന് പറഞ്ഞോട്ടെ പ്രിയരെ. നമ്മുടെ ജീവിതത്തിൻ്റെ
ഏറ്റവും വേദനയുള്ള അനുഭവങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ രോഗമായിരിക്കാം, പ്രയാസമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലഭിക്കാത്തതായിരിക്കാം, ഒരു നഷ്ടം വന്നതായിരിക്കാം, അല്ലെങ്കിൽ തീരാത്തൊരു നഷ്ടം നമ്മുടെ ജീവിതത്തിൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭാരമായിട്ടുണ്ടായിരിക്കാം. എന്നാൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ കാര്യം എന്നറിയോ? ഒരല്പ നിമിഷം പോലും ആരോടുള്ള ബന്ധത്തിൽ നിന്ന് എനിക്ക് അകന്നിരിക്കാൻ വയ്യ, പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ അകന്നിരിക്കാൻ വയ്യ. ദൈവമേ, ബാക്കി എന്ത് കാര്യങ്ങളും നിത്യതയിൽ നമുക്ക് മടക്കി കിട്ടുന്ന കാര്യങ്ങളാണ്. എന്തെല്ലാം നഷ്ടമായിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും എന്തുണ്ട്? നിത്യതയോടുള്ള ബന്ധത്തിൽ തട്ടിച്ചു നോക്കുമ്പോൾ അതൊന്നുമല്ല. പക്ഷേ ദൈവം നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി മറ്റൊരവസരം നമുക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പല പ്രാവശ്യം യാത്ര ചെയ്ത് വന്നിട്ടുള്ള ഞാൻ എത്ര പേരെ കേട്ടിട്ടുണ്ട്, എയർപോർട്ടിൽ സമയത്ത് എത്താത്തത് കൊണ്ട് ഫ്ലൈറ്റ് എന്ത് ചെയ്തു പോയി, നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ അവിടെ വെച്ച് ഇരട്ടി തുക ബുക്ക് ചെയ്ത് എന്ത് ചെയ്തു, ഫ്ലൈറ്റ് യാത്ര ചെയ്ത് അവർക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റി. പക്ഷെ നമ്മുടെ ഈ യാത്രയ്ക്ക് അങ്ങ് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതൊരു പ്രാവശ്യം ഈ യാത്ര മിസ് ചെയ്താൽ പിന്നെ രണ്ടാമതൊരു ചാൻസ് നമുക്കില്ല. നമ്മൾ ഈ ഞായറാഴ്ച ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഓൺലി വൺ ചാൻസ്, ഒറ്റ അവസരം ഈ ഭൂമിയിൽ നമുക്കുള്ളൂ. ഈ ആയസിനെയാണത് കാണിക്കുന്നത്. ഈ ആയസ് എന്ന ഒറ്റ അവസരം മാത്രമേ നമുക്കുള്ളൂ. ഇനി അടുത്തൊരു ഓപ്ഷൻ കൂടെ നമുക്ക് എന്തില്ല, ഇല്ല. അതുകൊണ്ട് ഈ യാത്രയിൽ വല്ല വിധേനയും പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പൗലോസ് ആയിരിക്കാം ഒരുപക്ഷെ എബ്രായ ലേഖനം പൗലോസ് എഴുതിയതെങ്കിൽ, ആണെന്നും അല്ലെന്നും പറയുന്നു, എങ്കിൽ പൗലോസിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ്റെ ഭാഷയിൽ എന്ന് പറഞ്ഞറിയോ, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച്. അപ്പൊ എങ്ങനെയെങ്കിലും എനിക്ക് എന്താ വേണമെന്നറിയാമോ? ഒരു പുനരുദ്ധാനത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം. ഇവിടെ ഈ സങ്കീർത്തനക്കാരത്തിന്റെ വാക്കുകളാണ് പറയുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. കണ്ടോ ഇവിടുത്തെ അർത്ഥം കണ്ടോ? എന്നെ വേറെ ആര് കൈവിട്ടാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, എന്നെ ആര് കൈവിട്ടതിലാണ് എനിക്ക് പ്രയാസമായിരിക്കുന്നത്. നമ്മൾ പറയുന്നില്ലേ, ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു, എന്നെ ആര് കൈവിട്ട്, എല്ലാവരും എന്നെ കൈവിട്ടല്ലോ എന്ന് പറഞ്ഞു. എങ്കിലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന അല്പ പ്രതീക്ഷ എന്താ പറയുക, ആര് കൈവിട്ടാലും എന്നെ ആര് കൈവിടത്തില്ല. കാര്യങ്ങൾ വൈകുമ്പോൾ നമ്മൾ തന്നെ തിരിച്ചു പറയുന്ന വാക്കെന്ന് അറിയോ, ദൈവമേ എന്നാൽ നീയും കൂടെ എന്നെ എന്ത് ചെയ്തോ. കേൾക്കുന്നുണ്ടേ? എല്ലാവർക്കും മലയാളം കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടേ? ആദ്യം നമ്മൾ എല്ലാവരും പറഞ്ഞ വാക്ക് ഇതാ, കർത്താവേ എന്നെ എല്ലാവരും എന്ത് ചെയ്തു, കൈവിട്ടു. അത് നമ്മൾ നമ്മളെ പ്രയറിൽ തുടരുക. വീണ്ടും കാര്യങ്ങൾ വൈകുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ പറഞ്ഞു പോകുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ദൈവമേ മനുഷ്യരും എന്നെ കൈവിട്ടു, നീയും എന്നെ എന്ത് ചെയ്തിരിക്കുന്നു, കൈവിട്ടു. പ്രിയരെ, ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം ഒരു പ്രാവശ്യം കൈക്ക് പിടിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നൊരു ദൈവത്തെയല്ല നിങ്ങൾ കൂട്ടിയിരിക്കുന്നത്. ഈ ഞായറാഴ്ച നമുക്ക് തിരുമേശയുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഉറപ്പ് ഉണ്ടെന്നറിയോ, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീട് വിസിറ്റ് ചെയ്യാൻ വരുന്നൊരു വിസിറ്റർ അല്ല അവൻ. അവൻ ഒരു പ്രാവശ്യം നമ്മുടെ കൂടെ യാത്ര തുടങ്ങിയെങ്കിൽ ഈ യാത്ര എവിടെ വരെയാ? അവൻ അൽഫയും ഒമേഗയും ആകുന്നു. യാത്രയുടെ അവസാനം വരെ നമ്മളെ കൂടെ വരാന്നല്ല, കൊണ്ടെത്തിക്കാവുന്ന വാഗ്ദത്തം ചെയ്ത ദൈവമാണ്. നമുക്കാർക്കും ഒരിക്കലും യാത്ര ചെയ്ത് അക്കരെ എത്താനൊന്നും പറ്റത്തില്ല. നമ്മൾ പലതിൽ നിന്നും നമ്മൾ വീട് പോവാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്നത്. എത്രയോ കമ്മിറ്റ്മെൻറ്റുകൾ നമ്മൾ എടുത്തു, എത്രയോ തീരുമാനങ്ങൾ നമ്മൾ എടുത്തു, എത്രയോ പ്രാവശ്യം നമ്മൾ പാളിയിരിക്കുന്നു. എങ്കിലും പ്രിയരെ, ഒരു കാര്യം പകൽ ഞാൻ പറയട്ടെ, വിളിച്ച ദൈവം വിശ്വസ്തൻ, അവനത് നിവർത്തിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ വാക്യം ഓർമ്മയുണ്ടോ? ജീവിതത്തിൽ ഒത്തിരി അങ്ങ് താണുപോയെന്ന് തോന്നുമ്പം, ഇനി എനിക്ക് എനർജി ലെവലിൽ കയറി വരാൻ പറ്റത്തില്ലെന്ന് തോന്നുമ്പം, ഈ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു തീ ജ്വാലമായിട്ട് വെളിപ്പെടണം. എന്തോന്നറിയോ? അവൻ എന്നെ എന്ത് ചെയ്തിരിക്കും, അവൻ എന്നെ എത്തിച്ചിരിക്കും. നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റത്തില്ല, നമുക്ക് സ്വയമായിട്ടൊന്നും കഴിയത്തില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, ഈ യേശുവിൻ്റെ പൂർണ്ണ വിശുദ്ധിയിലേക്ക് നമുക്ക് വരാൻ സ്വയമായിട്ട് നമുക്ക് സാധ്യമല്ല. കേൾക്കണേ, ഈ പലരും ഈ വിശുദ്ധിയിലേക്ക് വന്നിട്ട് പ്രാരംഭത്തിൽ ഒത്തിരി വില കൊടുത്തിട്ട് ഒടുവിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയവരാണ് കൂടുതൽ പേരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കുഞ്ഞുനാൾ മുതലേ പെന്തക്കോസ്റ്റിൻ്റെ അനുഭവത്തിൽ വിശ്വാസത്തിൽ വന്നിട്ടുള്ളവർ, ചെറുപ്രായം മുതലേ വിശ്വാസം ജനിച്ചു വളർന്നവരെല്ലാം കേൾക്കുന്നത് എന്തെന്നറിയോ? ഈ വിശുദ്ധിയിൽ വളരണം എന്നൊക്കെ പറഞ്ഞല്ലേ. പക്ഷേ ഇത് നമ്മൾ സത്യം തിരിച്ചറിയുക, സ്വയമായിട്ട് നിങ്ങൾക്ക് ഈ വിശുദ്ധിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പ്രാപ്തരാക്കി എടുക്കാനായിട്ട് സാധ്യമല്ല. പക്ഷേ കർത്താവിന് മാത്രം പറ്റുമോ? ഇല്ല, കർത്താവിന് മാത്രവും നിങ്ങൾക്ക് ഈ വിശുദ്ധി തരാൻ പറ്റത്തില്ല. ദൈവത്തിന്, ഗോഡ് ഹിംസെൽഫ് കുഡ് നോട്ട് ഏബിൾ ടു പ്രൊവൈഡ് ദിസ് ഹോളിനെസ്. ദൈവത്തിന് മാത്രം നിങ്ങൾക്ക് ഈ വിശുദ്ധി തരാനും പറ്റത്തില്ല. പിന്നെ എന്താ പറ്റുന്നതെന്നറിയാവോ? നിങ്ങളുടെ ഒരുമിച്ചുള്ള സഹകരണം ദൈവത്തിന് ആവശ്യമാണ്. വേറെ നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന അതാണ്, ഒരു സഹകരണ മനോഭാവമാണ്
ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ തിരുമേശയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ പലയിടത്തും നമ്മൾ ഒരു പക്ഷേ പരാജയപ്പെട്ടിരിക്കുകയായിരിക്കാം. പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കാം. പലതും നമ്മുടെ മുമ്പിൽ ഇനിയും കയറാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കാം. എന്നാൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, ക്രിസ്തുയേശു മുഖാന്തരം ഞങ്ങൾക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രമെന്നാണ് ദൈവത്തിന് വചനത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങളെ പുറകോട്ട് മാറ്റി നിർത്തിയിരിക്കുകയല്ല. ഇത് നമ്മളെ എന്ത് ചെയ്യാന്നറിയാവോ? ഞാൻ ഈ ഓട്ടം എന്ത് ചെയ്യുന്നതാണ്? തികയ്ക്കുമെന്ന ബോധ്യത്തോടുകൂടി നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കണം. പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, കാലാളുകളോട് ഓടി പരാജയപ്പെട്ടു പോയാൽ കുതിരപ്പടയോട് എങ്ങനെ ഓടി ജയിക്കും നിങ്ങൾ? യോർദാന്റെ വൻകരയിൽ നിങ്ങൾ എങ്ങനെ ആയിപ്പോയാൽ അടുത്ത സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ ചെല്ലും? പ്രിയരെ, ഓരോ വിഷയം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ ഇതിനേക്കാളും വലിയ ടെംപ്റ്റേഷനുകൾ കടന്നു വരുമ്പോൾ നമുക്ക് എങ്ങനെ ജയിക്കാനായിട്ട് പറ്റും? നിങ്ങൾ കഴിയേണ്ട ഒറ്റക്കാരുള്ളൂ. കർത്താവ് പറയുക, എന്നെ കൊണ്ട് ഇത് സാധ്യമല്ല, പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്താൽ എനിക്ക് വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റും. അത് നമ്മുടെ ഒന്നാമത്തെ പടിയാണ് കേട്ടോ. പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിക്കുന്ന ഒന്നാമത്തെ പടിയാണ്. എനിക്ക് കഴിയത്തില്ല എന്നാൽ അതുകൊണ്ടല്ലേ പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല, പക്ഷേ ആരെയാ നിങ്ങൾ ശക്തരാക്കുന്നത്? ഒരു പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തു ഈ ഭൂമി വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് അവരോട് പറഞ്ഞൊരു കാര്യം അറിയോ? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്ത് വരത്തില്ല. കാര്യസ്ഥൻ വന്നാൽ അവ സകലത്തെയും കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. മനസ്സിലായോ? നമ്മൾ ഈ ആരാധിച്ച് അല്പനേരം അനുഭൂതി ഉണ്ടായി പോവല്ല. ഈ കാര്യസ്ഥനുമായിട്ടുള്ള നിരന്തര വാസമാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ജീവിതത്തിന് പരാജയം പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്തറിയോ? നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിനെ കൂട്ടായ്മ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. നമുക്ക് സങ്കീർത്തനത്തിലേക്ക് തിരിച്ചു വരാം. സങ്കീർത്തനക്കാരിവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ വാക്കെന്നറിയോ? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമറിയുന്നില്ല. രാത്രികാലത്ത് ഞാൻ വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയുമില്ല. പ്രിയരെ, ഞാൻ അതായത് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ ഹോസ്പിറ്റലിൽ ഒത്തിരി പേഷ്യൻസ് വരും. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? പകൽ വരുമ്പോൾ അവർ പറയും രാത്രിയായാൽ കൊള്ളാം, രാത്രിയാകുമ്പോൾ അവർ പറയും എങ്ങനെയെങ്കിലും എന്ത് ചെയ്താൽ മതി, ഒന്ന് പകലായാൽ മതി. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? രാത്രിയാകുമ്പോൾ അവരോട് പറയുമ്പോൾ രാത്രിയാകുമ്പോഴത്തെ ഒരു 3-4 മണിയാകുമ്പോഴത്തേക്ക് ഉണർന്നിരിക്കും. എപ്പോഴാന്ന് പറഞ്ഞ് പകലാന്ന് പറഞ്ഞ്. പകലാകുമ്പോഴത്തേക്ക് അവരുടെ വിഷയം എന്തോ രാത്രിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു പകലിലെ രാത്രി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അറിയാനായിട്ട് പറ്റുന്നില്ല. ഇത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഐസിയുനകത്തില്ല. കാര്യം അവിടെ പകലാണോ രാത്രിയാണോ ഏത് സമയമാണെന്ന് അറിയത്തില്ല. പലപ്പോഴും അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ്റെ മുകളിൽ അവരെന്ത് ചെയ്യുന്നത്, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? പല പേഷ്യൻസിൻ്റെ റിക്കവറി പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ഐസിയുനകത്തിൽ ഒരിക്കലും നമ്മളിനി ഒരു ഹോപ്പുമില്ലെന്ന് പറയുന്നവർ വാർഡിലൊക്കെ പോയിട്ട്, കാരണം അവരുടെ ആൾക്കാരോടും പ്രിയപ്പെട്ടവരോടും ഒക്കെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തെന്നറിയോ, അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വലിയ വ്യത്യാസം. ഞാൻ പ്രിയരെ ഒന്ന് പറഞ്ഞോട്ടെ, ഒരു ഇമോഷണൽ വ്യത്യാസത്തിൽ, സംസാരത്തിൽ, കമ്മ്യൂണിക്കേഷനിൽ, ഇടപെടലിൽ അവർക്കൊരു രോഗത്തിനൊരു വ്യത്യാസം ഉണ്ടാകുന്നെങ്കിൽ നിരന്തര ദൈവവുമായിട്ടുള്ള സംസാരം നിന്നെ എത്ര ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെടുത്തും. ഒന്ന് മനസ്സിലാക്കിക്കോണേ, ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലോട്ട് മാറ്റുമ്പോൾ നമുക്കൊരു വ്യത്യാസം ഉണ്ടാകുന്നെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ നിരന്തര സംഭാഷണം എത്ര ഭയങ്കര ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് കഴിയും. പ്രിയരെ, രോഗത്തിന് കടന്നിരിക്കാൻ കഴിയാതെ വണ്ണം യേശുവിൻ്റെ ആത്മാവിൻ്റെ നിറവ് നമ്മൾ വെളിപ്പെടുമ്പോൾ രോഗത്തിന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇതാണ് യോഹന്നാൻ പറയുന്നത്, പ്രകാശം വരുന്നിടത്ത് ഇരുളിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇരുളിൽ ഒരിക്കലും ഇരിക്കാനായിട്ട് കഴിയത്തില്ല. ഈ സങ്കീർത്തനക്കാരൻ്റെ പ്രത്യാശയില്ലാത്ത വാക്കെന്ന ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തോന്നുന്നത്. എന്നാൽ അതിൻ്റെ താഴോട്ടുള്ള വാക്കുകൾ, അതായത് അതിൻ്റെ 20ാമത്തെ വാക്ക് പോലെ ഒന്ന് വായിച്ചാൽ മാമ. 20ാമത്തെ വാക്ക് 20 ഓൺവേർഡ്സ് ഒന്ന് വായിച്ചാട്ടെ. വാളിങ്കൽ നിന്ന് എന്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എന്റെ ജീവനെയും വിടുവിക്കണമേ. നായുടെ കയ്യിൽ നിന്ന് എന്റെ ജീവനെയും വിടുവിക്കണേ. അടുത്ത വാക്യം, സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. 2-3 ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടായിരുന്നു. സിംഹത്തിന്റെ കാര്യവും ബാലസിംഹത്തിന്റെ കാര്യവും സിംഹിയുടെ കാര്യവും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചായിരുന്നു. നമ്മൾ മനസ്സിലാക്കി ഓരോ വ്യത്യാസം വരുന്ന അനുസരിച്ച് അതതിൻ്റെ എന്തിനെ കാണിക്കുക, അതിൻ്റെ പ്രബലതയെ കാണിക്കുക ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് കേട്ടോ, സിംഹത്തിന്റെ വായിൽ നിന്ന് എന്ത് ചെയ്യണമേ, എന്നെ രക്ഷിക്കണമേ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ 2 പ്രയാസമുള്ള കാര്യങ്ങളായത്. മനസ്സിലായോ? 2 പ്രയാസമുള്ള ഭാഗമായത്. സിംഹത്തിന്റെ വായിക്കകത്തുനിന്നും കാട്ടുപോത്തുകളുടെ കൊമ്പുകളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഇത് പറ്റത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങളായത്. ഇത് 2 സ്റ്റേറ്റ്മെന്റ് എന്തിനാ കാണിക്കുന്നറിയോ? ഇനി പറ്റത്തില്ല, അവിടെ കൊണ്ട് അതിന് അന്തം വന്നിരിക്കുന്ന ഒരു കാര്യമാണ്.
ഇവിടെയാ എഴുതിയിരിക്കുന്നത്, നീ എന്നെ എന്ത് ചെയ്യണമേ? സിംഹങ്ങളുടെ വായിൽ നിന്നും, അടുത്ത വാക്യം, കാട്ടുപോത്തുകളുടെ കൊമ്പുകളുടെ ഇടയിൽ നിന്ന് നീ എനിക്ക് ഉത്തരമരുളുന്നു. കണ്ടോ, ഉത്തരമറലാമോ എന്നല്ല ചോദിച്ചിരിക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യുന്നു? ഉത്തരമരുളുന്നു. പ്രിയരെ, നിങ്ങളുടെ ഇപ്പോഴായിരിക്കും സാഹചര്യത്തെ നിങ്ങൾ നോക്കിയിട്ട് ആത്മാവി പറ, ഇതിൻ്റെ നടുവിൽ നിന്ന് എൻ്റെ ദൈവം എന്നോട് ഉത്തരമരുളുന്ന ദൈവമാണ്. ഇതിൻ്റെ നടുവിൽ നിന്ന് ഏത് സാഹചര്യത്തിൽ ഇപ്പോഴായിരിക്കുന്നോ, നമ്മൾ സാഹചര്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയണം, ഇതിൻ്റെ നടുവിൽ ദൈവം എനിക്ക് എന്ത് ചെയ്യുന്ന ദൈവമാണ്? ദൈവം എനിക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. ഈ 22-ാമത്തെ സങ്കീർത്തനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യുന്നതാണ്? ദാവീദ് തൻ്റെ ആത്മാവിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമുക്കിവിടെ വായിക്കാനായിട്ട് പറ്റുന്നത്. ഇവിടുത്തെ ഓരോ ഭാഗങ്ങളും നമ്മൾ കാണുമ്പോഴും അസ്ഥി തകർക്കപ്പെടുന്നതിനെ കുറിച്ചും അസ്ഥികൾ എനിക്ക് എണ്ണാമെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും ഇതെല്ലാം യേശുവിൻ്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിലാണ്. കർത്താവ് യേശുവിനെ കാൽവരി ക്രൂശിലായിരിക്കുന്ന സമയത്ത് പടയാളികളിൽ ഒരുത്തം വന്നിട്ട് നോക്കുന്നുണ്ട്, എന്ത് ചെയ്തിട്ടുണ്ടോ? 3 പേരെ അവിടെ ക്രൂശിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിൻ്റെ മാത്രം കുരിശ് അല്പം പൊങ്ങിയും മറ്റുള്ളവർ ഇച്ചിരി താന്നുള്ള ഭാഗങ്ങളിലുമായിട്ടാണ് ക്രൂശിച്ചിരിക്കുന്നത്. അപ്പം ഈ യേശുവിനെ ക്രൂശിച്ചിരിക്കുകയും ചുറ്റും 2 കള്ളന്മാരുള്ള ഭാഗം വന്ന് നോക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ? 2 പേരും അവർക്ക് ജീവനുള്ള ആളാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു കഴിയുമ്പോൾ മനസ്സിലായി അവനെന്തില്ല, അവന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവനെ കുന്തം കൊണ്ട് കുത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നു. അതൊരു പ്രവചനത്തിന് മേലുള്ള നിവർത്തിയാണ്. കാരണം അറിയോ, അവൻ പറയുന്നുണ്ട്, അവൻ്റെ അസ്ഥികളൊന്നും എന്ത് ചെയ്യത്തില്ല, ഒടിയത്തില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ അവരെ അസ്ഥി അവരെന്ത് ചെയ്യാൻ നോക്കിയാനേ, ദൈവം പറഞ്ഞ ആ നിവർത്തി, ആ ഒരു വാക്ക് അവസാന സമയം വരെയും ദൈവം പരിപാലിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ദൈവം നമ്മളോട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ദൈവം അതിനെ നിവർത്തിയാക്കി തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകളിൽ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ ഇടപെടലിൽ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. പിശാച് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രമാണ് ദൈവത്തിൻ്റെ വാക്കുകളിൽ നമ്മളെ എന്ത് ചെയ്യാൻ പ്രേരിപ്പിക്കും? സംശയിപ്പിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും. നമ്മൾ ഈ സംശയം ഉളവാക്കുന്നത്. കാരണം എവിടെ സംശയമുണ്ടോ, സംശയിക്കുന്ന മനുഷ്യൻ എങ്ങനെയാണെന്ന് പറഞ്ഞേ, അവൻ തിരമാലയ്ക്ക് സമനായ മനുഷ്യനാണ്. അവൻ ദൈവത്തിങ്കൽ നിന്ന് വല്ലതും പ്രാപിക്കാമോ എന്ന് വിചാരിക്കുകയേ വേണ്ട. യാക്കോബിൻ ലേഖനത്തിലൊന്ന് വന്നാട്ട് ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യാക്കോബിൻ ലേഖനം 1-ാമത്തെ അധ്യായത്തിലാണ് എൻ്റെ ഓർമ്മ. ജെയിംസ് ചാപ്റ്റർ 1 ഒന്ന് വായിച്ചാട്ടെ. ആറാമത്തെ വാക്യം ഒന്ന്. ഇങ്ങനെയുള്ള മനുഷ്യൻ വായിച്ചാട്ടെ മാമേ. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന, കണ്ടോ, സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. അടുത്ത വാക്യം, ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. അതൊരു എളുപ്പമുള്ള അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി. കടൽ തിരക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഒന്ന് വരും, പിന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഇതിങ്ങനെ വന്നും പോയി എന്ത് ചെയ്യുക? നിൽക്കുക. നമ്മൾ ഇതേ കാര്യം ചോദിക്കും, ദൈവം ഇത് ചെയ്താൽ ഞാൻ ദൈവത്തെ എന്ത് ചെയ്യാം? വിശ്വസിക്കാം. ദൈവം എന്നോട് ഇത് പറഞ്ഞാൽ, എന്നെ കേൾപ്പിച്ചാൽ, നമ്മൾ ദൈവത്തോട് അങ്ങോട്ട് പറയുക കാര്യങ്ങൾ. നമ്മുടെ മനസ്സിന് എന്തില്ലെന്നറിയോ? ഒരു സ്റ്റെബിലിറ്റി ഇല്ല. പ്രിയരെ, നമ്മളൊരു പകുതി മനസ്സോടുകൂടിയും പകുതി വിശ്വാസത്തോടും കൂടി നിന്നാൽ, സാധാരണയായിട്ട് നാട്ടിൻപുറത്ത് പറയുന്നൊരു പഴഞ്ചൊല്ലെന്നറിയോ? താമ്പാതി. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും നിങ്ങളെ പറ്റുന്നത് ചെയ്യും, ദൈവത്തെ പറ്റുന്നത്. പ്രിയരെ, മുഴുവനും ദൈവമാണ് ചെയ്യുന്നത്. പക്ഷേ ദൈവം നമ്മെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ കൊണ്ട് സ്വയമായിട്ടൊന്നും കഴിയത്തില്ല. കർത്താവ് പറഞ്ഞൊരു വാക്യെന്നറിയോ? സ്വയമായിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. വായിച്ചിട്ടുണ്ടോ വാക്യം നിങ്ങൾ? യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന, നിങ്ങൾക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മുന്തിരിവള്ളിക്ക് കൊമ്പുകളിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാനായിട്ട് പറ്റത്തില്ല. നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഫലം പുറപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ വസിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. പ്രിയരെ, നമ്മൾ പല കാര്യങ്ങളിലും പല സ്ഥലങ്ങളിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ? നമ്മൾ വിചാരിക്കും നമ്മളിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, ഫലം പുറപ്പെടുവിക്കാൻ പറ്റുമെന്നോർത്ത് നാം നമ്മുടെ പ്രയത്നത്തിൽ മുൻപോട്ട് പോവുകയാണ്. തിരിച്ചറിയുക, നമ്മുടെ പ്രയത്നങ്ങൾ കർത്താവ് അനുവദിക്കുന്ന പക്ഷേ ശരിയാണ്. പക്ഷേ മുഴുവനും ആരുടെ ഉത്തരവാദിത്തം എന്നറിയോ? ദൈവമാണ് 100% ചെയ്യുന്നത്. പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ദിവസേന മരിക്കുന്നു. നിങ്ങൾ കേട്ടോ വാക്യം? ഹലോ, ഒരു വിശ്വാസ ഭക്തനെ സംബന്ധിച്ചുള്ള ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ എന്നും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പ്രാർത്ഥനയുടെ ഒരു ഏറ്റവും വലിയ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ആരെ പോലെ മരിക്കണമെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എനിക്കൊരു ഭക്തന്മയെ പോലെ മരിക്കണമെന്ന്.
പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്നറിയോ? ഞാൻ ദിവസേന മരിക്കുന്നു. മരിക്കുന്നുള്ള അർത്ഥം ഇത്രയേ ഉള്ളൂ, എനിക്ക് ജീവനുണ്ടായിട്ടും പ്രതികരിക്കേണ്ട സ്ഥലത്ത് ഞാൻ പ്രതികരിക്കുന്നില്ല. എനിക്ക് വായു തുറക്കാൻ പറ്റുന്നിടത്ത് ഞാൻ എന്ത് ചെയ്യുന്നില്ല? വായു തുറക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റിനകത്തിൽ എൻ്റെ ഹൃദയത്തെ പിടിച്ച് കുലുക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. എന്നറിയോ? തെരുക്കോണിയിലൊന്നും അവൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വാക്യം? ഹലോ, വായിച്ചിട്ടുണ്ടോ എവിടെങ്കിലും? യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാ, തെരുക്കോണിയിലൊന്നും അവൻ്റെ വാക്ക് എന്ത് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ആരും അവൻ്റെ വിഷയത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. അതെല്ലാം അവൻ അടക്കി എവിടെ തന്നെ വെച്ചിരിക്കുക? സ്വയമായിട്ട് വെച്ചിരിക്കുക. ഞാൻ ഇതിനകത്തിൽ 100% ഒരിക്കലും എനിക്ക് പറ്റിയിട്ടില്ല. നമ്മളൊരു പ്രയാസം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു പോവും? വായ തുറന്ന് നമ്മൾ പറയും, നമ്മൾ എടുപെട്ടു പോവും, നമ്മൾ സംസാരിച്ചു പോവും. യേശുവിനെ കുറിച്ച് പറഞ്ഞ എങ്ങനെയാണെന്നറിയോ? അവൻ്റെ ഞെരുക്കത്തിൻ്റെ വേദനയുടെ സമയത്തൊക്കെ അവനെന്തറിയോ? അവൻ മിണ്ടാതിരുന്ന് ആരും അവൻ്റെ ശബ്ദം കേട്ടില്ല. അതിൻ്റെ അർത്ഥം മറ്റാരും കേട്ടില്ലെന്നല്ല, കേൾക്കേണ്ട വ്യക്തി ആ ശബ്ദം കേൾക്കാനിടയായി തീർന്നു. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് മനസ്സിലാക്കുക, 10 പേർ നമ്മുടെ വിഷയം കേട്ടാൽ 10 രീതിയിലാണ് അതിനെ ഇടപെടുന്നത്. എന്നാൽ നാം മനസ്സിലാക്കുന്നതിനേക്കാൾ നന്നായി നമ്മുടെ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ സന്നിധിയിലെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അവൻ നിന്നെ സിംഹത്തിന്റെ വായിൽ നിന്നും കാട്ടുപോത്തുകളുടെ കൊമ്പുകളുടെ ഇടയിൽ നിന്നും അവൻ ഉത്തരമറളി തരുന്ന ദൈവമാണ്. മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമ്മൾ വിചാരിച്ച ഫുൾ മെഷർമെൻറ്റിൽ ഒരു വശം ഒരാൾ മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചോ, ദൈവത്തിൻ്റെയോ തൻ്റെ ആത്മാവിൻ്റെയോ യേശുവിൻ്റെയോ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം പോലും താൻ ആരെ തെറ്റിദ്ധരിച്ചതായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അതിൻ്റെ അർത്ഥം അവന് നമ്മളെക്കുറിച്ചുള്ള ധാരണ 100% ശരിയാണ്. നമുക്ക് അവരെക്കുറിച്ചുള്ള ധാരണയാണ് പലപ്പോഴും തെറ്റുന്നത്. എന്നാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ധാരണ ഒരിക്കലും തെറ്റിപ്പോകുന്നില്ല. അതുകൊണ്ട് കർത്താവേ, തെറ്റാത്ത തീരുമാനങ്ങൾ എൻ്റെ ജീവിതത്തിലെടുക്കാൻ നിനക്ക് കഴിയുന്ന ദൈവമാണ്. തെറ്റാത്ത തീരുമാനങ്ങൾ എൻ്റെ ജീവിതത്തിലെടുക്കാൻ നിനക്ക് കഴിയുന്ന ദൈവമാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ നമ്മൾ പറയണം, അതെ, എൻ്റെ ഈ ദൈവം എനിക്ക് സിംഹങ്ങളുടെ വായിൽ നിന്ന് ഉത്തരമറളി തരും ദൈവമാണ്. അവൻ കാട്ടുപോത്തുക്കളുടെ കൊമ്പുകളുടെ ഇടയിൽ നിന്ന് എനിക്ക് ഉത്തരമറളുന്ന ദൈവമാണ്. പ്രിയരെ, പ്രസംഗിക്കുന്നതിലല്ല, പറയുന്നതിലല്ല, ജീവിതത്തിന്റെ അനുഭവം വരും പറയണം, എൻ്റെ ദൈവം എനിക്കായിട്ട് വലിയ ചെയ്യുന്ന ദൈവമാണ്. എന്നെ അവൻ അവൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. തക്ക സമയത്ത് അവൻ ഉയർത്തേണ്ടതിന് നീ അവൻ്റെ ബലമുള്ള കരക്കീഴി താണിരിക്കുക. തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തേണ്ടതിന് നീ അവൻ്റെ ബലമുള്ള കരക്കീഴി താണിരിക്കുക. താണിരിക്കുന്നത് ഒരു കുറവല്ല കേട്ടോ. താണിരിക്കുന്നത് ഒരു മോശ സ്വഭാവമല്ല. താണിരിക്കുന്നത് സമയത്ത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ഏത് പ്രയോജനപ്പെട്ട വ്യക്തിയും ഒരു മരുഭൂമിയിലൂടെ ദൈവനെ കടത്തിവിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? അമർന്നിരിക്കാൻ പഠിച്ചെങ്കിലേ ദൈവത്തിന് അവനെ അമർത്തിയിടത്തൂന്ന് ഉയർത്താനായിട്ട് പറ്റത്തുള്ളൂ. ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പാഠമാണ് അമർന്നിരിക്കാൻ പഠിക്കുക, ശാന്തമായിരിക്കാൻ പഠിക്കുക. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാവോ? നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി എൻ്റെ സാക്ഷികളാകാൻ വേണ്ടിയാ. അതിന് മുന്നമേ പറഞ്ഞ കാര്യം എന്നറിയാവോ? ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നോടൊപ്പം ഇരിക്കാൻ വേണ്ടിയാണ്. പ്രിയരെ, അതുകൊണ്ട് ഈ ഞായറാഴ്ച പകൽക്കാലം തിരുമേശയുടെ മുമ്പിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യിക്കാനായിട്ട് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അതിൻ്റെ ആ ഗിഫ്റ്റും കൂടെ നിങ്ങളിൽ തന്നിട്ടാണ് നിങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ദൈവം എന്തെങ്കിലും ഒരു പ്രത്യേക വിളിയാൽ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാനുള്ള കൃപ ദൈവം നമ്മളിൽ തന്നോളും. അറിയത്തില്ലെന്ന് തോന്നണ്ട, പറയാൻ അറിയത്തില്ലെന്ന് തോന്നണ്ട, സംസാരിക്കുമ്പോൾ വാക്ക് വരുന്നില്ലെന്ന് തോന്നണ്ട. നീ കയറി നിന്നോ, തക്ക സമയത്ത് അവൻ നിൻ്റെ വായിൽ വാക്കുകളെ തരും ദൈവമാണ്. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. നമുക്ക് രാവിലെ ദൈവസന്നിധി പറയാം, കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എൻ്റെ ഞെരുക്കത്തിൽ എൻ്റെ ശബ്ദം നീ കേൾക്കാതിരുന്നതെന്ത്? പകൽ നിങ്ങൾ ഓർത്തോ, ഇതിൻ്റെ മേൽ ദൈവത്തിന് അവൻ്റെതായ പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയാൻ കഴിയാത്ത ആത്മീയ കുരുടരായിട്ട് നമ്മൾ തീരാതെ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ച് വിളിയാലുള്ള വിളിയാലുള്ള ഉദ്ദേശം എന്ന് തിരിച്ചറിയേണ്ടതിന് നമുക്ക് ദൈവസന്നിധി പറയുന്നത്, കർത്താവേ, എൻ്റെ ഹൃദയ ദൃഷ്ടി നീ പ്രകാശിപ്പിച്ച് തരണമേ. കർത്താവേ, എൻ്റെ അകത്തെ കണ്ണിനെ നീ തുറന്നു തരണമേ. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയെ തിരിച്ചറിയുവാൻ ദൈവം എന്നെ സഹായിക്കണമേ. ഞങ്ങൾക്ക് സിംഹങ്ങളുടെ നടുവിൽ വായിൽ നിന്ന് ഞങ്ങൾക്ക് ഉത്തരവരുന്ന ദൈവം,
കാട്ടുപോത്തിന്റെ കൊമ്പുകളുടെ ഇടയിൽ ഞങ്ങൾക്ക് തരുന്നവൻ, നീ ഞങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങൾക്ക് മേശ ഒരുക്കി തരും ദൈവമാണ്. ഞങ്ങൾ ഈ പകൽ ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു പ്രാവശ്യത്തോടെ വണക്കുന്നു കർത്താവേ. ഞങ്ങളുടെ തലയെ ഞങ്ങൾ വണക്കും, ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങൾ അടയ്ക്കുന്നു. ഈ രാവിലെ ഞങ്ങളോട് ദൈവം സംസാരിക്കണമേ. എല്ലാ കണ്ണുകളും ദിവസത്തിൽ അടയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ അറിയാവുന്ന എല്ലാവരും അല്പസമയം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എനിക്കൊരു നിറവിൻ്റെ ജീവിതം ദൈവം എനിക്ക് തരണമേ. ദൈവവുമായുള്ള ബന്ധം ദൃഢപ്പെടുന്ന ഒരു ലൈഫ് ദൈവം എനിക്ക് തരണമേ. ദൈവം എന്നെ കൊണ്ട് എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ ഫുൾ മെഷർമെൻറ്റിൽ അത് വെളിപ്പെട്ട് വരണതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ ആത്മാവിൻ്റെ ആ ചലനം എൻ്റെ മേൽ വീഴേണ്ടതിനായി ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ലോകത്തിനോ ഭവനത്തിനോ ചാർച്ചക്കാർക്കോ വീട്ടുകാർക്കോ വ്യക്തികൾക്കോ ഇടപെടലുകൾക്കോ ഒന്നിനും ക്രിസ്തുവേശുവിൽ നിന്നുള്ള എൻ്റെ ആ വിളിയിൽ നിന്ന് എന്നെ പുറകോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സാധ്യമല്ല. ഈ ഒരായുസ് ദൈവം തന്നെങ്കിൽ ഞാൻ അങ്ങയുടെ നാമത്തിന് വേണ്ടി ചിലവാകുമെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ചിലവാകുവാൻ നീ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. ആരോഗ്യത്തോടെ ബലത്തോടെ കൃപയോടെ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽപ്പാൻ ഒരു പുതിയ അഭിഷേകം ഞങ്ങളുടെ ജനത്തിൻ്റെ മേൽ ദൈവം പകരണതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെരുക്കോടിയിലെങ്ങും അവൻ്റെ ശബ്ദം കേട്ടില്ലെന്ന പോലെ ഞങ്ങളുടെ ശബ്ദം ഞങ്ങൾ മാനുഷികമായിട്ട് അടക്കുകയാണ് കർത്താവേ. എന്നാൽ ഞങ്ങളുടെ ഞരക്കത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്ന ഞങ്ങളുടെ ദൈവമേ, നിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു, നിന്റെ ഞരക്കം പോലും എനിക്ക് മറവല്ല എന്ന് ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ വായിക്കുന്നു. ഞങ്ങളുടെ ശബ്ദം മറ്റൊരുവൻ കേൾക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ ഞരക്കത്തെ പോലും തിരിച്ചറിയുന്നവനെ ഈ പകൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധി പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തിന്റെ കലങ്ങിയ ഹൃദയത്തെ ഈ പകൽ നീ സൗഖ്യമാക്കണമേ. നിന്റെ ഹൃദയത്താൽ നീ അവരെ സ്പർശിക്കണമേ. നിന്റെ സ്നേഹത്തെ നീ പകരണമേ. നിന്റെ കൃപയെ നീ പകരണമേ. ആത്മീയമായ ഒരു സൗഖ്യത്തെ നീ അവരുടെ മേൽ കൽപ്പിക്കണമേ കർത്താവേ. ഒരു ഇന്നർ ഹീലിംഗിനായിട്ട് ഞങ്ങൾ ഈ പകൽ യേശുവിൻ നാമത്തിൽ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ഇടയിൽ ഐശ്വര്യമായിട്ട് വെളിപ്പെട്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തിരുമേശയ്ക്കായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാഗൽഭ്യത്തോടെ ഇതിൽ നിന്ന് പങ്കെടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗ്ഗപിതാവേ, ആമേൻ, ആമേൻ.